നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള CPM ബേഡകം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങൾക്ക് ഒക്ടോബർ 2-ന് തുടക്കമാവും. ഒക്ടോബർ 2-ന് രാവിലെ 9:30-ന് CPM മുന്നാട് ലോക്കൽ സമ്മേളനം പേരിയ റെഡ് സ്റ്റാർ വായനശാലയിൽ പ്രത്യേകം സജ്ജമാക്കിയ പി രാഘവൻ നഗറിൽ ആരംഭിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തൃക്കരിപ്പൂർ MLA-യുമായ M രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് പുറമെ ഏരിയ നേതാക്കളും ജില്ലാ നേതാക്കളും എത്തിച്ചേരും. സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക കലാകായിക മത്സരങ്ങൾ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലോക്കൽ സെക്രട്ടറി E രാഘവൻ അറിയിച്ചു. പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ, CPIM-ന്റെ പ്രാന്ത സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഇതിനകം ആരംഭിച്ചുവല്ലോ. പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ബേഡകം ഏരിയയിലെ മുന്നാട് ലോക്കലിലെ 15 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബേഡകം ഏരിയയിൽ തന്നെ ആദ്യത്തെ ലോക്കൽ സമ്മേളനം എന്ന രൂപത്തിൽ മുന്നാട് ലോക്കൽ സമ്മേളനം നടക്കുകയാണ്. ഒക്ടോബർ മാസം 2-ാം തീയതി പേരിയ റെഡ് സ്റ്റാർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ പുതിയ കെട്ടിടത്തിൽ വെച്ചാണ് സമ്മേളനം ചേരുന്നത്. ലോക്കൽ സമ്മേളനം ബേഡകം ഏരിയയിൽ ആദ്യമായി ഏറ്റെടുക്കുമ്പോൾ ഏരിയ സമ്മേളനം മുന്നാട് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ലോക്കൽ സമ്മേളനം പേരിയയിലേക്ക് മാറ്റിയത്. ആ സമ്മേളനം പേരിയയിൽ നടക്കുമ്പോൾ അഭിമാനപൂർവ്വം ഞങ്ങൾ ഏരിയ സമ്മേളനം വിജയിപ്പിക്കും എന്നുകൂടി ഈ സമയത്ത് പറയുകയാണ്. ലോക്കൽ സമ്മേളനം ഒമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബിസിനസ് സമ്മേളനം എന്ന രൂപത്തിലാണ് ലോക്കൽ സമ്മേളനം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ 2-3 ദിവസമായി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 3-4 ദിവസമായി ഈ ലോക്കലിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം തന്നെ പേരിയ പ്രദേശത്ത് ഒത്തുചേർന്നുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻ പ്രവർത്തനങ്ങളും മറ്റ് അനുബന്ധ പരിപാടികളും ഒക്കെയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം 28-ാം തീയതി പാതയോര ശുചീകരണം എന്നൊരു പ്രവൃത്തി ഏറ്റെടുക്കുകയുണ്ടായി. പീപ്പിൾസ് കോളേജ് മുതൽ കാഞ്ഞിരത്തുങ്ങാൽ താന്നിക്കാൽ വരെയുള്ള നമ്മുടെ തെക്കിലാരിട്ടി റോഡിൻ്റെ ഇരുകരയിലും ഉള്ള കാട് വെട്ടിത്തെളിച്ചുകൊണ്ട് ഭംഗിയാക്കുന്ന മനോഹരമാക്കുന്ന ഒരു പ്രവൃത്തി ഏറ്റെടുത്തു. അതേപോലെ തന്നെ പഞ്ചായത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാരംസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ബേഡകം പഞ്ചായത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ ഇന്നും നാളെയായി മറ്റ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അങ്ങനെ സമ്മേളനം എന്തുകൊണ്ടും ഉജ്ജ്വലമാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ആ അർത്ഥത്തിൽ സമ്മേളനം ഒക്ടോബർ മാസം 2-ാം തീയതി നടക്കുമ്പോൾ ആ സമ്മേളന വിജയത്തിനു വേണ്ടി എല്ലാ പാർട്ടി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.